ലോകമാകമാനമുള്ള പ്രേക്ഷകർ എന്നും കൗതുകത്തോടെ വീക്ഷിക്കുന്ന ഒരു മേഖലയാണ് അനിമേഷൻ സിനിമകൾ. കുട്ടികളെ പിടിച്ചിരുത്തുന്ന കാർട്ടൂൺ ചാനലുകൾ ഇന്ന് വളരെ പോപ്പുലറാണ്. കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയിലും അനിമേഷൻ ചിത്രങ്ങൾ വലിയ കുതിച്ചുചാട്ടം നടത്തി. മലയാളികളായ നിരവധി പേർ ഈ ചിത്രങ്ങളുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നു. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കീ ഫ്രെയിംസ് അനിമേഷൻ സ്റ്റുഡിയോ എന്ന സ്ഥാപനത്തിൻ്റെ പ്രവൃത്തി വിശേഷങ്ങളിലേക്ക്. ടോം ആൻഡ് ജെറി, ലയൺ കിങ്, ജംഗിൾ ബുക്ക് ഇതൊന്നും അറിയാത്ത കുട്ടികൾ മുതിർന്നവരും ഇല്ലയെന്ന് തന്നെ പറയാം. അനിമേഷൻ്റെ ലോകത്തേക്ക് കേരളത്തിൻ്റെ കാൽവെപ്പ് കുറച്ചേറെ വൈകിട്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിലും കൊച്ചിയിലും ആനിമേഷൻ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രൊഡക്ഷൻ ഹൗസുകളുണ്ട്. ഒരുപാട് എന്ന് പറയാൻ പറ്റില്ല, ഒരു കയ്യിലൊതുങ്ങാവുന്ന പ്രൊഡക്ഷൻ ഹൗസുകളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട പ്രൊഡക്ഷൻ ഹൗസിലാണ് നമ്മളിന്നുള്ളത്. കീ ഫ്രെയിംസ് അനിമേഷൻസ് സ്റ്റുഡിയോ എന്നാണ് അതിൻ്റെ പേര്. ഒരു സംഘം ചെറുപ്പക്കാരാണ് അതിൻ്റെ പുറകിലുള്ളത്. അവരെ നമുക്കിന്ന് പരിചയപ്പെടാം, അവരുടെ പ്രവർത്തന രീതികൾ മനസ്സിലാക്കാം. അനിമേഷൻ്റെ ലോകത്തേക്ക് സ്വാഗതം. സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള സ്റ്റേജസ് ഒന്ന് പറയാം. ആനിമേഷൻ എന്ന് പറഞ്ഞാൽ സെയിം ആണ്, പക്ഷേ ഇതിൽ ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഡയലോഗ് ഡബ് ചെയ്യും. ക്യാരക്ടറിന് വേണ്ട എല്ലാ ഡയലോഗുകളും എല്ലാ ആക്ഷൻസും എന്ന് ചെറിയ സൗണ്ട് പോലും എല്ലാം റെക്കോർഡ് ചെയ്ത് അതിനുശേഷം മാത്രമേ അത് കണ്ടിട്ടാണ് നമ്മൾ ഒരു ആനിമേഷൻ ചെയ്യുന്നത്. മീൻസ് എല്ലാ ക്യാരക്ടറിനും അതിനായിട്ടുള്ള ലിപ്സിങ് കൊടുക്കുന്നതും വായിക്ക് വർത്തനം മീൻസ് എക്സ്പ്രഷൻസ്, ഐബ്രോ എക്സ്പ്രഷൻ, എല്ലാ കാര്യങ്ങളും അതിന് ശേഷമേ നടക്കുള്ളൂ. ഇതൊരു റിവേഴ്സ് പ്രോസസ്സ്. എന്ന് ഫിലിമിൽ നിങ്ങൾ ഡബ് ചെയ്യുന്നത് ലാസ്റ്റ്, നമ്മൾ ഫസ്റ്റ് തന്നെ ഡബ് ചെയ്യും. ഓ ബോസ്, ഇതിനാണോ നിങ്ങൾ എന്നെ ഭൂമിയിലേക്ക് അയച്ചത്? എനിക്കൊന്നും വിരൽ ഞൊടിക്കാൻ പോലും തികയില്ല. എത്രയും പെട്ടെന്ന് നിന്നെയും ഈ ടോർപിഡോ ബാഗും എനിക്ക് എന്റെ ബോസിന്റെ അടുക്കലെത്തിക്കണം. നീ എന്താ എന്നെ വിളിച്ചത്? ചെറുക്കനെന്നോ? കാണിച്ചു തരാമടാ ഈ ടോർപിഡോ ആരാണെന്ന്. പാട്ട് ആദ്യം റെക്കോർഡ് ചെയ്തിട്ട് അതിനനുസരിച്ച് ലിപ്സിങ്ക് കൊടുക്കുന്നത് പോലെ ഡയലോഗ്സ് ആദ്യം റെക്കോർഡ് ചെയ്യുന്നു. റെക്കോർഡ് ചെയ്ത ഡയലോഗ്സിനനുസരിച്ചാണ് ആനിമേഷൻ ഫിലിമിലെ കഥാപാത്രങ്ങൾ അവരുടെ ലിപ് മൂവ്മെൻറ്റ് കൊടുക്കുന്നതും അവരുടെ എക്സ്പ്രഷൻസ് എല്ലാം ഈ സൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പവർ റോട്ടിനോടാണോടാ നിന്റെ കളി? വിടില്ല നിന്നെ ഞാൻ, വെട്ടിത്തെറിപ്പിക്കവനെ. ആദ്യത്തെ സ്റ്റോറി അതിനുശേഷം അത് ഒരു സ്ക്രിപ്റ്റായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തു. സ്ക്രിപ്റ്റിന് ശേഷം ഞങ്ങൾ അത് ഒരു ആനിമാറ്റിക്സ് എന്ന് പറയും. ആനിമാറ്റിക്സ് നമ്മളെ പ്രീ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സീന് ഞങ്ങൾ ആദ്യം കണ്ടിട്ട് അതിനനുസരിച്ച് എത്ര ടൈം, സ്പേസ്, എല്ലാ കാര്യവും ഞങ്ങൾ അപ്പോൾ ഒന്ന് തീരുമാനിക്കും. അതിനനുസരിച്ചായിരിക്കും ഈ ആനിമേഷൻ ഓരോരോ ആൾക്കും ഓരോ ആനിമേറ്ററിനും ആ സീന് കൊടുക്കുന്നത്. അത് ആദ്യം തന്നെ നമ്മൾ ക്യാമറയിൽ ഫിക്സ് ചെയ്യും. ഓക്കെ, ഇതാണ് ക്യാമറ. ഇതിന് ശേഷം ഓക്കെ നമ്മൾ നെക്സ്റ്റ് ക്യാമറ ക്ലോസപ്പോ അല്ലെങ്കിൽ ലോങ് ഷോട്ടോ എല്ലാം നമ്മൾ ആ സ്റ്റേജിങ് പ്രോസസ്സിൽ ഞങ്ങൾ തീരുമാനിക്കും. ഞാനാണ് ഈ ടോർപിഡോയിലെ സൂപ്പർ ഹീറോ സഞ്ജു. ഞാൻ വരുന്നുണ്ട് നിങ്ങളെ കാണാൻ. താങ്കളൊരു അനിമേഷൻ ഫിലിം ഡയറക്ടറാണ് അല്ലേ? അപ്പം എന്താണ് താങ്കളുടെ ഇതെന്ത് തരത്തിൽ വേണം എന്ന് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഓരോ സെക്ഷൻ വേറെ ആൾക്കാരാണ്. സെക്ഷൻ വേറെ. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പം എനിക്ക് വരയ്ക്കാൻ അറിയില്ല, ഇങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം ഞാനൊരു അനിമേഷൻ ഫിലിം ഡയറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കലാണോ? ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അധികം ആനിമേഷൻ ഫീൽഡിൽ വരുന്ന ആൾക്കാർ കുറച്ച് ആർട്ടിസ്റ്റിക്, ഇപ്പോൾ MFA BFA എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അത് 3D ആനിമേഷനിൽ കുറച്ച് മാറിയിരിക്കുന്നു. 2D ആണെങ്കിൽ പറ്റില്ല. 2D എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഡ്രോൺ ആനിമേഷനാണ്. കൈനെ കൊണ്ട് വരച്ചിട്ട് ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 24 ഫ്രെയിമാണ്. സാറിന് എന്തായാലും പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു ടീമുണ്ടെങ്കിൽ ഷുവറായിട്ടും ഒരു ഇപ്പോൾ ഫിലിം ബേസിക് അറിയുന്ന ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. 2D അനിമേഷൻ ചിത്രങ്ങളും 3D അനിമേഷൻ ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പലർക്കും സംശയം തോന്നാം. 2D അനിമേഷൻ ചിത്രങ്ങൾക്കുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ടോം ആൻഡ് ജെറി, ലയൺ കിങ്, ജംഗിൾ ബുക്ക്, അതൊക്കെ 2D അനിമേഷൻ ചിത്രങ്ങളാണ്. 2D അനിമേഷൻ ചിത്രങ്ങളിൽ കഥാപാത്രങ്ങളുടെ ദ്വിമാന ചിത്രങ്ങളാണ് നമുക്ക് ലഭിക്കുക. 3D അനിമേഷനിൽ കുറേ കൂടെ മിഴിവാർന്ന ചിത്രങ്ങൾ നമുക്ക് ലഭിക്കും. പുതിയ
ഭൂരിപക്ഷം അനിമേഷൻ ചിത്രങ്ങളും 3D അനിമേഷനിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബേസിക്കലി ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞാൻ ഫൈൻ ആർട്സ് കോളേജ് കഴിഞ്ഞു, ചെന്നൈ ഫൈൻ ആർട്സ് കോളേജായിരുന്നു. അതിനുശേഷം മായ പഠിച്ചു. മായ ആ സമയത്ത് ബൂമിങ് തുടങ്ങി, മീൻസ് ആനിമേഷൻ ഇൻഡസ്ട്രി കുറച്ച് വളരാൻ തുടങ്ങി. പിന്നെ റിലയൻസ് മീഡിയ വർക്സിൽ ചേർന്നു. അവിടുന്ന് ലിറ്റിൽ കൃഷ്ണ എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ നല്ല നല്ല പ്രോജക്ട്സ് വർക്ക് ചെയ്യുമ്പോൾ, പിന്നെ ഡിസ്നിയുടെയെല്ലാം വർക്ക് കുറച്ചെല്ലാം ചെയ്തിട്ടുണ്ട്. കീ ഫ്രെയിം സംഘത്തിന്റെ ആദ്യ സംരംഭമായ ടോർപിഡോ അണിയറയിൽ പൂർത്തിയാകുന്നു. തങ്ങളുടെ ആദ്യ കാൽവെപ്പ് അവിസ്മരണീയമാക്കുവാൻ ചെറുപ്പക്കാരുടെ ഈ സംഘം രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നു. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അത്രയ്ക്കും നല്ല കോമഡി എല്ലാം കൂടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്.